ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാർക്കറ്റ് വാച്ച്. നമ്മൾ നാളത്തേക്കുള്ള നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിൻ്റെ പ്രൊഡിക്ഷനാണ് നടത്തുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ നോക്കാം. 50 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനകത്ത് ലാസ്റ്റ് ഡേയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരേ ഒരു അപ് ട്രെൻഡ് മാത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. മാത്രമല്ല ഇതിനകത്ത് കാണുന്ന ഈ ബ്ലൂ ബോക്സ് എന്ന് പറയുന്നത് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 ഗ്യാപ്പുകളാണ്. അപ്പ് സൈഡിൽ കഴിഞ്ഞ ദിവസം റിജക്ഷൻ ബേസ് ചെയ്ത് ഈ ഗ്യാപ്പിൻ്റെ ബോർഡർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് മുന്നത്തെ ദിവസം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്യാപ്പും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ 2 ഗ്യാപ്പ് ഇതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാര്യം ഗ്യാപ്പിൻ്റെ ബോർഡേഴ്സ് ക്യാൻ ആക്ട് ആസ് സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ്. ഓക്കെ, രണ്ടാമത് പറയാനുള്ളത്, ഇനി നമ്മളിപ്പം SGX നിഫ്റ്റിൻ്റെ കറണ്ട് മൊമെൻറ്റിൽ ഡാറ്റ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു പോസിറ്റീവ് ബയാസിൽ ഓപ്പൺ ആവാനാണ് ചാൻസ്. വിച്ച് മീൻസ് ഒരു അപ്പ് സൈഡിലേക്ക് ഒരു 30 to 40 പോയിൻറ്റ്സ് നിഫ്റ്റി, അല്ലെങ്കിൽ 80 പോയിൻറ്റ്സ് വരെ നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റിക്കകത്തും 200-300 പോയിൻറ്റ്സിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നാളെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് മൊമെൻറ്റിൽ യു ഹാവ് ടു വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ്, ഈ ഗ്യാപ്പ് ബോർഡറിൽ നിന്ന് ഒരു റീടെസ്റ്റ് കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു പാറ്റേണോ അല്ലെങ്കിൽ അത്ര കണ്ട് കൺവിഷൻ കിട്ടുന്ന അപ്സൈഡിന് മൊമെൻറ്റം തരുന്ന ഒരു കൺവിഷൻ കിട്ടുന്ന എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അത്തരം ഒരു സിനാരിയോയിൽ മാത്രമേ നമ്മൾ അപ്സൈഡിലേക്ക് ഒരു ലോങ് എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ. അതല്ലെങ്കിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഗ്യാപ്പ് അപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഗ്യാപ്പ് അപ്പിലെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് 41,103, അൾട്ടിമേറ്റ് ടാർഗറ്റ് 41,203. ഗ്യാപ്പ് ബോർഡർ തന്നെയാണ്, ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇനി മറ്റൊരു സിനാരിയോ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഈ ഒരു ലെവൽ ഏതാ, 40,720 അല്ലെങ്കിൽ 40,700. വിച്ച് മീൻസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണിത്. ഇതിൻ്റെ താഴെ ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ക്യാനിലോ 3 മിനിറ്റ്സ് ക്യാനിലോ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 80 to 70 അല്ലെങ്കിൽ 70 to 82 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് PE വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കോൾ സെൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ്, നമ്മൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 40,580 ആയിരിക്കും. ഈ 40,580 ശേഷം ക്വിക്ക് ഫാൾ തരണം, അതിൻ്റെ കൂടെ ട്രെയിൽ ചെയ്ത് പോകാമെന്നല്ലാണ്ട് ഒരു ഫ്രഷ് എൻട്രി ഒരു കാരണവശാലും ഈ ഒരു റീജിയൻ എടുക്കരുത്. റെഡ് ബോക്സ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു റീജിയനിൽ നിന്ന് ഒരു കാരണവശാലും ഒരു എൻട്രി എടുക്കരുത്. ഏത് നിമിഷം ഇവിടുന്ന് ബൗൺസ് ബാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്തരം ഒരു ഏരിയയാണിത്. അതിൻ്റെ ശേഷം താഴെ വരികയാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ തന്നെ നമുക്കിപ്പം ഈ ഒരു ലെവലിന് അടുത്താണ് പ്രൈസ് വരുന്നതെങ്കിൽ, അടുത്ത സിനാരിയാണ് പറയുന്നത്, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ 40,580 ഈ ഒരു റീജിയനിലാണ് പ്രൈസ് വരുന്നതെങ്കിൽ ശേഷം ഇവിടെ എന്തെങ്കിലും W പാറ്റേണോ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം പാറ്റേണോ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണോ എന്തെങ്കിലുമൊക്കെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ബയാസ് നോക്കിയിട്ട് എന്താണ് ബുള്ളിഷ് മൂവ്മെൻറ്റിന് സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ടാർഗറ്റായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള 40,720 ടാർഗറ്റായിട്ട് വെക്കാം. അതല്ലെങ്കിൽ ഇത് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ പോകുന്ന ഒരു ട്രെൻഡ് ലൈനാണ്, ഇതും ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇനി ഹെവിലി ഗ്യാപ്പ് ഡൗൺ തന്ന് അത് വീണ്ടും സസ്റ്റെയിൻ ചെയ്ത് 40,200 താഴെ പ്രൈസ് വരുവാണെങ്കിൽ മാത്രം, അന്നേരം ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് എല്ലാ തരത്തിലും ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ താഴെ പ്രൈസ് വന്ന് ക്ലോസ് വെക്കുകയാണെങ്കിൽ അന്നേരം നിഫ്റ്റി കൺസിഡർ ചെയ്യണം, അതുപോലെ ടൈം ഫ്രെയിം കൺസിഡർ ചെയ്യണം. അതിനുശേഷം ഇവിടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് എൻഡ് എടുക്കാവുന്നതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്യാപ്പ് ബോർഡർ ഉണ്ട്. ആ ഗ്യാപ്പ് ബോർഡറിനെ കൂടി നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അത്രയാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ പറയാനുള്ളത്. 3 സിനാരിയോയാണ് നമ്മൾ പറഞ്ഞത്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് റീടെസ്റ്റ് കിട്ടിയിട്ട് ഒരു ഡബിൾ ബോട്ടം പാറ്റേണോ അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറോ അല്ലെങ്കിൽ ആംഗിൾ എന്തെങ്കിലും വന്നിട്ട് തിരിച്ച് ബ്രേക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് എൻട്രി എടുക്കാവുന്നതാണ്. അതും കുറഞ്ഞ ലോഡ് സൈസിൽ മാത്രം എടുക്കാവൂ. കാര്യം ടെക്നിക്കലി ഒരു ലോങ് എൻട്രിക്ക് പറ്റിയ ഒരു ചാർട്ടല്ലേ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ താഴേക്ക് വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ലെവൽ 40,580 ഇവിടെ നിന്ന് എന്തെങ്കിലും റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലോങ് എടുക്കാവുന്നതാണ്. ഇനി ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ കേസിലാണെന്ന് പറഞ്ഞാൽ അപ്സൈഡിലേക്ക് മൊമെൻറ്റം വെച്ച് കഴിഞ്ഞാൽ സാവകാശം എൻട്രി ഉണ്ടാകത്തുള്ളൂ. ഈ ഗ്യാപ്പ് ബോർഡർ ബ്രേക്ക് ചെയ്യണം, നല്ല ഹെൽത്തി ബ്രേക്ക് ഔട്ട് ആയിരിക്കണം. എന്നിട്ട് റീടെസ്റ്റും കിട്ടിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഫസ്റ്റ് ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കരുത്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ തന്നെ ഈ ഒരു ലെവൽ 40,700 to 720 ബ്രേക്ക് ചെയ്തതിന് കൺസിഡർ ചെയ്യാം. ബട്ട് 700 ശേഷം എൻട്രി എടുക്കുകയാണ് നല്ലത്. അതിന് താഴേക്ക് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 40,580 ആയിരിക്കും. ഓക്കെ,
ഇനി നിഫ്റ്റിയുടെ കേസ് നോക്കാം. നിഫ്റ്റിക്കകത്ത് നമുക്ക് 2 റേഞ്ച് ഉണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ 2 ഗ്യാപ്പ് ബോർഡേഴ്സ് ഉണ്ട്. നമ്മൾ ഗ്യാപ്പ് ബോർഡേഴ്സിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ 2 റേഞ്ച് ഉണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സൈഡിലുള്ള റേഞ്ച് കുറച്ച് മുമ്പ് നമുക്ക് കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ മാർച്ച് 13 ഒരു ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ആ റേഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്ന് പ്രൈസ് റിവേഴ്സൽ ഫേസ് ചെയ്യുകയാണ്. അതല്ല ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പാറ്റേൺ, പാറ്റേണോ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സോ അത്തരത്തിലുള്ള എന്തെങ്കിലും പാറ്റേൺ ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് വാങ്ങിക്കാവുന്ന PE വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഷോർട്ട് ടൈം ശ്രദ്ധിക്കുക. നമുക്കവിടെ എൻട്രി വരുന്നത് 17,430 താഴെ മാത്രമായിരിക്കും. ഗ്യാപ്പ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ 17,440 ടു 500 വരെയൊക്കെയാണ്. 17,500 ഹെവി പുട്ട് റൈറ്റേഴ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റീജിയനകത്ത് ഒരു ട്രേഡും ഇല്ല, വെയിറ്റ് ചെയ്യാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അതിനുശേഷം ഇവിടെ നിന്ന് റിവേഴ്സിൽ ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴേക്ക് എടുക്കാവുന്നതാണ്. അപ്പം 17,430 താഴേക്ക് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഹെവി ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പാറ്റേൺ എന്തെങ്കിലും കിട്ടുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. അതുപോലെ ഈ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെയും തന്നെ നമുക്ക് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണോ ഓപ്പണോ അല്ലെങ്കിൽ ഇവിടെ പ്രൈസ് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു W പാറ്റേണോ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പാറ്റേൺ കിട്ടുവാണെങ്കിൽ അത് ബ്രേക്ക് തരാം, അപ്സൈഡിലേക്ക് ബ്രേക്ക് തരുന്ന നമുക്ക് കൺവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യാവുന്നതാണ്. അതും ഒരു 50 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ടാർഗറ്റ് തന്നെ ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ ആയിരിക്കണം, അതിൻ്റെ പുറത്തേക്ക് ഒരിക്കലും ചിന്തിക്കരുത്. അതുപോലെ ബൈ ചെയ്യാനുള്ള നല്ലൊരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17,330 കറക്റ്റ് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചേക്കണമെന്നില്ല. 330 ഈ ഒരു റീജിയനിൽ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും പാറ്റേണോ ക്യാൻഡിൽസിക്കോ നമുക്ക് കൺഫർമേഷൻ തരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ലോങ് എൻഡ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ CE വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് വേറെ തരത്തിലുള്ള ഒരു ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം സൈഡ് വേസ്റ്റ് വോളറ്റാലിറ്റി മാർക്കറ്റ് ആവാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ് ടെക്നിക്കലി പറയുമ്പോൾ. ഇനി ഈ ഒരു റീജിയന് താഴേക്ക് വരുമ്പം 17,300 താഴേക്ക് വരുമ്പം നമുക്ക് എൻട്രി ഇല്ല, ഇവിടേക്ക് ഒരു എൻട്രി ഇല്ല. എടുക്കണമെങ്കിൽ എടുക്കാം, ബട്ട് ഇറ്റ് വുഡ് ബി റിസ്കി. അതുകൊണ്ടാണ് അവിടെ ഒരു എൻട്രി ഇല്ല എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പിന് താഴെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള റീജിയൻ 17,150 17,150 താഴെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല എൻട്രി പോസിബിൾ ആണ് ഷോർട്ട് ചെയ്യാനായിട്ട്. അന്നേരം നമ്മൾ പരമാവധി ഓരോ റൈസിലും വാങ്ങിച്ചുകൊണ്ട് ഡിപ്പിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ചിന്തിക്കായിരിക്കും നന്നാവുക. ഇതിലൊക്കെ ബുക്ക് ചെയ്യാം. ഈ 17,000 അതുപോലെ തന്നെ 16,948 ഓരോ 50 പോയിൻറ്റും ടാർഗറ്റൊക്കെ ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു റീജിയനിൽ റിസ്കി ആയിരിക്കും ട്രേഡ് ചെയ്യാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഇടയിലും ഇത് ആക്ച്വലി ഒരു റേഞ്ചിനകത്താണ് ഇപ്പോൾ പ്രൈസ് നിന്നിട്ടുള്ളത്. അപ്പം ഈ റേഞ്ചിനകത്ത് വരുമ്പോൾ അതിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ എന്തെങ്കിലും സിനാരിയോയിൽ നമുക്ക് ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നല്ലാതെ മറ്റു തരത്തിലേക്കൊന്നും ചിന്തിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്നിട്ട് ഓപ്പണായിട്ട് ഇവിടെ നിന്ന് റീടെസ്റ്റ് കിട്ടി വീണ്ടും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻഡ് എടുക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻഡ് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് ഗ്യാപ്പ് ബോർഡർ വെക്കാം, അല്ലെങ്കിൽ 17,255 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അത് ബഡ്ജറ്റ് ഡേൻ്റെ ഹൈ ആണ്. 255 എക്സാക്ട്ലി 17,255. അപ്പോൾ ഇത്രയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിൻ്റെ കേസ് പറയാനുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നാളെ പ്രീമിയം ഡേക്ക് ഉണ്ടാവും. കാര്യം മറ്റന്നാളാണ് എക്സ്പയറി വരുന്നത്. അതിന് പുറമെ ഫ്രൈഡേ മാർക്കറ്റ് ഓഫാണ്. അപ്പോൾ ഹൈലി വോളറ്റൈലായിരിക്കും അടുത്ത 2 ദിവസം മാർക്കറ്റ്. സേഫായിട്ട് ട്രേഡ് ചെയ്യുന്ന ഏത് പൊസിഷൻ എടുക്കുകയാണെങ്കിലും അതിന് ഒരു കറക്റ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടും പൊസിഷൻ സൈസ് ചെയ്തിട്ടും മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.